വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി 2 ഓഫറുകളാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഗിവ് അവേ പ്ലാന്റ് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സായി നമ്മുടെ അടുത്ത് പറയുന്നു എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് വെക്കുക, ഞങ്ങൾക്ക് കുറച്ച് പ്ലാന്റ് അങ്ങനെ 1-2 ഫ്രീ തരാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, എങ്ങനത്തെ ഓരോന്ന് ആഡ് ചെയ്യാത്തതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെ 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അല്ലാതെ വെറുതെ എന്താ പറയുക, ഇങ്ങനെ ഒന്ന് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി കുറച്ച് വ്യൂസ് കിട്ടാനായിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫൈറോപ്പാൽ റെഡിൻ്റെ ഇത്ര വലിയ പ്ലാന്റ്. ഈ പ്ലാന്റിന് ഷിപ്പിംഗ് ചാർജും ഇല്ല. അതുപോലെ തന്നെ ഈ സെയിം പ്ലാന്റ് ആണ് കേട്ടോ. നല്ല റെയർ വെറൈറ്റീസ് ആണെന്ന് അറിയാം. അത്യാവശ്യം നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം 1 ഇയർ എബോ വലിപ്പമുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ആണ് നമ്മൾ ഒന്നാമത്തെ ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഓഫറുകൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്ലാന്റ്. ഇത് നമുക്ക് കിട്ടുന്ന കസ്റ്റമർ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഈ ആഴ്ച തന്നെ, ഈ വെക്കേഷനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ പ്ലാൻ ലവേഴ്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് കിട്ടാനായിട്ട് തന്നെ ആ ബെൽ ബട്ടൺ കൂടിയിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന ഇങ്ങനത്തെ കിടിലൻ ഓഫേഴ്സ്, കോംബോകൾ, അതൊക്കെ ചിലതൊക്കെ സ്റ്റോക്ക് വളരെ കുറവായിരിക്കും. അതൊക്കെ വേഗം തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു നല്ലൊരു എന്താ പറയുക, വേഗം നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ വീഡിയോ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ബെൽ ബട്ടൺ കൂടിയിട്ടൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഈ ബൊഗൻവില്ല പ്ലാന്റുകൾ എന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഇത്രയ്ക്കൊരു പോപ്പുലർ ആവാൻ ആയിട്ടുള്ളൂ. കാരണം പണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഇതിനെ കടലാസ് ചെടികൾ അങ്ങനെ ഒരു വളർത്താൻ പേടി പോലെ, കാരണം കാട് പോലെയൊക്കെ വളരുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേടിയായിട്ട് ഡേഞ്ചറായിട്ടൊക്കെ ആളുകൾ മാറ്റി വയ്ക്കുന്ന ഒരു പ്ലാന്റുകളായിരുന്നു. ഇത് ഹൈബ്രിഡ് ഇറങ്ങിയത് മുതൽ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പൂവിൽ തന്നെ പല പല കളറുകൾ വരാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ ബൊഗൻവില്ല പ്ലാന്റുകൾ, ഹൈബ്രിഡ് വെറൈറ്റികൾ പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗിവ് അവേ പ്ലാന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് കാണിക്കൂ കേട്ടോ, എന്നാലല്ലോ കസ്റ്റമേഴ്സിന് ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റുകൾ ഇപ്പോൾ ഈ ഹൈബ്രിഡ് ബോഗൻവില്ല ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. ഒന്ന്, മുള്ളുകൾ ഉണ്ടോ എന്നുള്ളത് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വെറൈറ്റികൾ, ഇപ്പോൾ സ്പ്ലാഷ് വെറൈറ്റി, സൺഷൈൻ്റെ വെറൈറ്റി, ഫ്ലെയിം വെറൈറ്റി, ചില്ലി റെഡ്, അതുപോലെ മോണ്ടറിങ്, അങ്ങനത്തെ ഉള്ള വെറൈറ്റികളൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുണ്ട്. അത് എനിക്കും കൺഫ്യൂഷനായിരുന്നു. പക്ഷേ അത് മുള്ളുണ്ട്. ചില പ്ലാന്റുകളിൽ എന്നാൽ തീരെ മുള്ളില്ലാത്ത പ്ലാന്റുകളുണ്ട്. ഒട്ടും തന്നെ ആ ബോഗൻവില്ല പ്ലാന്റുകളുടെ ആ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുള്ളുകളാണ് പണ്ട് മുതലേ എടുത്തറിയണത്. അപ്പോൾ അങ്ങനെ മുള്ളുകളില്ലാത്ത പ്ലാന്റും ഉണ്ട്, മുള്ളുകളുള്ള പ്ലാന്റും ഉണ്ട് കേട്ടോ. പിന്നെ ഹൈബ്രിഡ് ചൂസ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സറികളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓൺലൈൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹൈബ്രിഡും നോർമൽ ആകുമ്പം, നോർമൽ പ്ലാന്റുകളാണെങ്കിലും നമുക്ക് നല്ല ധാരാളം വെള്ളം കൊടുക്കേണ്ട, ധാരാളം വെറൈറ്റി ഒരു ഹൈബ്രിഡിൽ തന്നെ ഒരുപാട് കളർ വേരിയന്റ് കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റികൾ ഇത്രയ്ക്ക് പോപ്പുലർ ആയത് കേട്ടോ. പിന്നെ കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ബോൺസായി ആക്കാൻ അങ്ങനെ തന്നെ നിർത്താൻ പറ്റുമോ, ക്രീപ്പർ ആക്കാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പോട്ട് സൈസിൽ തന്നെ നിർത്തണ്ട. ഒരു 1 ഇയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതിനെ വയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. എപ്പോഴും തന്നെ ഈ ചെടിച്ചട്ടിയിൽ തന്നെ നിലനിർത്തണമെന്നൊന്നുമില്ല. ആദ്യത്തെ ഒരു വർഷം നമ്മൾ നന്നായിട്ട് ഈ ചെടികൾ, രണ്ടാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ക്ലൈമറ്റായി, നമ്മുടെ സോയിലായി, അതൊക്കെ ആയിട്ട് അതൊരു നല്ലതായിട്ട് സെറ്റായി പോയിക്കോളും. പിന്നെ നമ്മൾ മഴ പ്രശ്നമാക്കണ്ട, അത് അതിൻ്റെ രീതിയിൽ അങ്ങനെ വളർന്നോളും. ഫസ്റ്റ് ഇയർ ഇപ്പോൾ നമ്മൾ 5 kg പോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെ ആർച്ച് പോലെയൊക്കെ വീടിൻ്റെ ഗേറ്റിലൊക്കെ അപ്പുറയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. അത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇറക്കി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് ഡയറക്റ്റ് വെക്കാം. ഇനി മണ്ണിലേക്ക് ഡയറക്റ്റ് വെക്കാൻ ടെൻഷനായിട്ടുള്ള ആളുകളാണെങ്കിൽ ആ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് ഹോള് വലുതാക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അത് മണ്ണിലേക്ക് ആവശ്യത്തിന് വേരിങ്ങനെ ഇറങ്ങിപ്പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു ഷേപ്പായിട്ട് അങ്ങനെ കയറി വന്നോളും. പോട്ടിൻ്റെ ഭാഗം മാത്രം നല്ല രീതിയിൽ, ബാക്കി നല്ല നമ്മളിങ്ങനെ ക്രീപ്പർ പോലെ ഒന്നെങ്കിൽ ഒരു വള്ളി കൊണ്ട് കെട്ടി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്പി, ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ വർക്കൊക്കെ അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെ ഒക്കെ വർക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഒരുപാട് ഈ ഗാർഡൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഗേറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ ഇതൊക്കെ പോട്ടിൽ തന്നെയായിട്ട് ഇരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ കളർ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. വൈറ്റ്, റെഡ്, അങ്ങനെ റെഡ്, യെല്ലോ, അങ്ങനെ ഡബിൾ കളേഴ്സൊക്കെ കയറ്റി വിടാന്നുണ്ടെങ്കിൽ ഒരു 2 ഇയേഴ്സ് കൊണ്ട് ഇത്രയും വലുപ്പത്തിലാവും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുക. പിന്നെ എൻ്റെ പോട്ട് സൈസ് പ്ലാന്റുകളുണ്ടല്ലോ, അതിൻ്റെ 5 kg പ്ലാന്റുകൾ 100% ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും. കാരണം അത്രയ്ക്ക് നന്നായിട്ട് നോക്കുന്ന നഴ്സറികളിലെ പ്ലാന്റാണത്.
ഒട്ടും തന്നെ നമ്മൾ ചില നഴ്സറികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും ഒരു ആരോഗ്യമില്ലാത്ത പ്ലാന്റുകളാണ്. കൊണ്ട് നട്ടു കവറിൽ നിന്ന് മാറ്റി അതിൻ്റെ അടുത്തൊരു സൈസിലേക്ക് നട്ടത് അങ്ങനെ വളർന്ന് വരികയാണ്. അതിന് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊപ്പഗേഷനോ പ്രൂണിങ്ങോ അല്ലെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഫെർട്ടിലൈസറോ ട്രീറ്റ്മെൻറ്റോ ഒന്നും ചെയ്യാത്ത രീതിയിൽ വളരുന്ന പ്ലാന്റുകളും ഉണ്ട്. അപ്പോൾ ചില നഴ്സറികളിൽ നിന്ന്, ഞാൻ ഇത് ഒരു നഴ്സറിയിൽ നിന്നാണ് എടുക്കുന്നത്, അത് നമുക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്, അത്ര സൈസറാണ്, അതിനെ നോക്കുന്നത് തന്നെ അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ. അതിൻ്റെ ഭംഗി അങ്ങനെ നമുക്ക് എന്താ പറയുക, കിട്ടിയിട്ടുള്ള ഈ 5 kg പോട്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് അറിയാം അതിൻ്റെ ഒരു ഹെൽത്തും അതുപോലെ തന്നെ കണ്ടീഷനും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ അതങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം അതുകൂടി ശ്രദ്ധിച്ച് വാങ്ങിക്കുക. കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടും അതുപോലെ തന്നെ വലിയ ആദ്യമായിട്ടൊക്കെ നടുന്ന അങ്ങനെയുള്ള ഇന്നൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും അതിൻ്റെ ഹെൽത്ത് കുറഞ്ഞു പോകും. നമ്മളും പ്രോപ്പർ രീതിയിൽ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഡെഡായി പോകും. പിന്നെ ചെറിയ വിലയിലുള്ള ലോക്കൽ പ്ലാന്റുകൾക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. സത്യത്തിൽ അത് ഞാൻ എടുക്കാത്തതാണ്. കാരണം അത് എടുത്ത് ഇവിടുന്ന് കൊറിയർ അയക്കുമ്പോൾ മിനിമം ഒരു പ്ലാന്റിന് 80 രൂപ, 80 രൂപയൊന്നുമില്ല, 100 രൂപയൊക്കെ വരും. എത്ര ചെറിയ പോട്ടാണെങ്കിലും 1 കിലോയൊക്കെ വരും. അത് നിങ്ങൾക്ക് ലോക്കൽ നഴ്സറികളിൽ നിന്ന് പർച്ചേസ് ചെയ്യായിരിക്കും ബെറ്റർ. കാരണം 100 രൂപ, 80 രൂപ, 30 രൂപ പോലും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചെറിയ പ്ലാന്റുകൾ കേട്ടോ, പൂക്കളൊക്കെ ഉള്ള നോർമൽ ലോക്കൽ പ്ലാന്റുകൾ കേട്ടോ, ഹൈബ്രിഡ് അല്ല, ലോക്കൽ പ്ലാന്റുകൾ. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്യായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ ഈ കൊറിയർ കാശിന് ആയിട്ട് അത് നിങ്ങൾക്ക് കംഫർട്ട് ആവത്തില്ല. നിങ്ങൾക്ക് ബെറ്റർ അങ്ങനെ തന്നെ ഡയറക്റ്റ് തന്നെ നഴ്സറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. അതാണ് ഞാൻ കൊണ്ടുവരാത്തത്. കഴിഞ്ഞ വർഷം ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കൊറിയറിൻ്റെ എമൗണ്ടും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഇത് എടുക്കാത്തതാണ്. ഇനി ഒരുപാട് അങ്ങനെ എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നഴ്സറിയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഓൺലൈൻ തന്നെ വേണം എന്നൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, അതാണ് കേട്ടോ ഞാൻ കൊണ്ടുവരാത്തതിൻ്റെ മെയിൻ കാരണം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ പ്ലാന്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പോട്ടിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് പ്ലാന്റ് അയക്കുമ്പോൾ പോട്ട് തന്നെയാണ് അയക്കുകയുള്ളൂ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പോട്ട് എങ്ങനെയാണോ ആ സെയിം പോട്ട് തന്നെയായിരിക്കും അയക്കുന്നത്. നോർമൽ ഒരു കിലോ പ്ലാന്റ് അയക്കണതിന് ബൊഗൻവില്ല മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് 100 രൂപ കൊറിയർ കാശ് വരുന്നുണ്ട്. ഇത് പോട്ടില്ലാതെ അയക്കുമ്പോഴും അത്രയും തന്നെ വരും. പക്ഷേ നമ്മൾ 2-3 പ്ലാന്റുകളൊക്കെ അയക്കുമ്പോൾ നമുക്ക് ഒരുപാട് കംപ്ലൈൻറ്റുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊറിയറിൽ വലിച്ചെറിയണ സമയത്ത്. ഓൾമോസ്റ്റ് ഇതിൻ്റെ പൂക്കൾ ഇലകളൊക്കെ ഒരു വാട്ടം കറക്റ്റായിട്ടും പോട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. വിത്ത് പോട്ടാണെങ്കിൽ അത്രയ്ക്ക് നമുക്ക് സേഫായിട്ട് നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണ് ഈ പ്ലാന്റ് എൻ്റെ വീട്ടിലിരിക്കുന്നത് അതേ കണ്ടീഷനിൽ തന്നെയാണ് 4 ദിവസം കഴിഞ്ഞ് ഡെലിവറി കിട്ടുന്ന സ്ഥലത്തും കിട്ടുന്നത്. ഒരു പൂവിന് പോലും ഒരു വാട്ടം ഉണ്ടാവില്ല. 4 ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ പോകാൻ തുടങ്ങും. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ടൈം ഗ്യാപ്പ് വരുന്നതനുസരിച്ച് നമ്മൾ എയർ ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ വിത്ത് പോട്ടേ അയക്കുള്ളൂ കേട്ടോ. 5 kg പോട്ടുണ്ട്, 4 കിലോയുടെ പോട്ടുണ്ട്, 8 ഇഞ്ച് പോട്ടുണ്ട്. പിന്നെ സൈസ് കുറയും തോറും ഞാനത് കൊറിയറിൻ്റെ വെയിറ്റ് അതനുസരിച്ചിട്ടാണ് പറയണത് കേട്ടോ. നിങ്ങൾക്ക് ഇത് 1 വർഷത്തേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട, അങ്ങനെ തന്നെ കൊണ്ട് വെച്ചാൽ മതി. വിത്ത് പോട്ടാകുമ്പോഴേക്കും 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വേരുകളൊക്കെ താഴേക്ക് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കണം. അത് ബൊഗൻവില്ലയുടെ ഒരു പ്രത്യേകതയാണ്, ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് വേരുകൾ താഴത്തേക്ക് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ അയക്കുന്ന പോട്ട്. കോംബോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കോംബോ കാണിക്കുമ്പോൾ നമ്മുടെ ആ സെയിം കോംബോ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്കിനി അതിനകത്ത് ഒരു പ്ലാന്റ് ഉണ്ട് ബാക്കി 3 പ്ലാന്റുകൾ ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ല വേറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാലും റീഅറേഞ്ച് ചെയ്ത് തരൂ കേട്ടോ. പിന്നെ നമ്മളിവിടുന്ന് മെയിനായിട്ടും കൊറിയർ അയക്കുന്നത് DTDC കൊറിയറാണ്. സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ്, പ്രൊഫഷണൽ കൊറിയർ അവൈലബിൾ ആണ്, പെറ്റ് സർവീസും ഉണ്ട്. എന്താണ് പെറ്റ് സർവീസ്? അടുത്ത ഡൗട്ടാണ്. പെറ്റ് സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് ആണ്. കേരളത്തിൽ മെയിനായിട്ടും 14 ജില്ലയിൽ, ഇടുക്കി മാത്രമേ എനിക്ക് കറക്റ്റായിട്ടുള്ള ടൈമിംഗ് എനിക്കറിയത്തില്ല. ബാക്കി എല്ലാ ജില്ലകളിലും ആ ദിവസം തന്നെ കിട്ടുന്ന ഒരു പെറ്റ്സിൻ്റെ വണ്ടികളിലാണ് നമ്മളിത് കൊടുത്തുവിടുന്നത്. നിങ്ങൾക്ക് രാത്രി സമയങ്ങളിലേക്ക് ഇവിടെ എത്തുന്ന പെറ്റ്സ് വണ്ടി എത്തുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് രാത്രി എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തത് പ്രത്യേകം പറഞ്ഞാൽ അവർ തിരിച്ചു വരുന്ന സമയത്ത് ഡേ ടൈമിൽ കിട്ടാൻ വേണ്ടി നമ്മളതും റീഅറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ രാത്രി എത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. അതപ്പോൾ നമ്മൾ റിട്ടേൺ ടൈമിൽ ഡേ ടൈമിലും എത്തിക്കുന്നതാണ്. പെറ്റ് സർവീസ് പോകുന്നത് മെയിനായിട്ടുള്ള എല്ലാ ടൗൺ ഏരിയ കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. എല്ലാ NH റോഡുകൾ, മെയിൻ KSRTC സ്റ്റാൻഡുകൾ, അങ്ങനെ എല്ലാ മെയിൻ ടൗണുകളും സിറ്റിയും പോകുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത മെയിൻ സിറ്റി ആയിട്ടുള്ള നമ്മുടെ ബാംഗ്ലൂർ, ചെന്നൈ, തമിഴ്നാടും കർണാടകയിലുള്ള മെയിൻ സിറ്റികളെല്ലാം കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പെറ്റ് സർവീസ് വേണ്ടവർക്കാണെങ്കിൽ അത് അങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഡേ തന്നെ നമുക്ക് പ്ലാന്റ് വളരെ ഫ്രഷായിട്ട് അങ്ങനെ തന്നെ കിട്ടാനായിട്ടുള്ളൊരു സാഹചര്യം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പെറ്റ് സർവീസിൻ്റെ ഒരു ക്വാളിറ്റി. ആ ഡേ തന്നെ നമുക്ക് ഫ്രഷായിട്ട് അങ്ങനെ തന്നെ കിട്ടും.
ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓഫർ ഗിവ് അവേ പ്ലാന്റ് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക്, അതുപോലെ സ്റ്റാറ്റസ് വ്യൂ, അത് രണ്ടും നോക്കിയിട്ടാണ്, അതുപോലെ തന്നെ യൂട്യൂബിൽ ഇടുന്ന ഏറ്റവും നല്ല കമൻറ്റും കൂടി ചൂസ് ചെയ്തിട്ടാണ് ഈ ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു തരുന്നത്. പ്ലസ് വേറൊരു ബെനിഫിറ്റ് കൂടിയിട്ട് ഈ ഗിഫ്റ്റ് പ്ലാന്റിന് കൊറിയറിൻ്റെ എമൗണ്ടും വാങ്ങിക്കുന്നില്ല കേട്ടോ. ഇത് 5 കിലോ പോട്ട് അയക്കുന്നതിന് നമ്മൾ കൊറിയർ എമൗണ്ടും ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ലൈക്ക് എത്ര ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ടോ കമൻറ്റിന്, അതും നോക്കി ഏറ്റവും നല്ല കമൻറ്റുമാണ് മെയിനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് സൺഡേക്കുള്ളിലാണ് ഇതിൽ നിന്ന് വിന്നറെ നമ്മൾ ചൂസ് ചെയ്യണത് കേട്ടോ. വെക്കേഷന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റും നമ്മൾ യൂട്യൂബിൽ തന്നെ പബ്ലിഷ് ചെയ്യണതാണ്. അപ്പോൾ പ്ലാന്റ് കിട്ടാനായിട്ട് വേഗം തന്നെ ലൈക്ക് ഇട്ടോളൂ, കമൻറ്റ് ഇട്ടോളൂ, അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസിലും വ്യൂവേഴ്സിനെ കൂട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് ഈ 1 ഇയറിൽ മുകളിൽ മെച്യൂർ ആയിട്ടുള്ള നമ്മളുടെ ഫൈറോപ്പാൽ റെഡിൻ്റെ അടിപൊളി പ്ലാന്റ് ആട്ടോ തരണത്. ഇത്രയും ഇതിൻ്റെ ഒറിജിനൽ വില അത്യാവശ്യം അറിയാം എല്ലാവർക്കും, അത്രയ്ക്ക് നല്ല വിലയായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ഓഫർ എന്താണെന്ന് അറിയണ്ടേ? രണ്ടാമത്തെ ഓഫർ ഇന്ന് നമ്മൾ ഇട്ടേക്കുന്ന കോംബോ, ഏത് കോംബോ വേണമെങ്കിലും പർച്ചേസ് ചെയ്തോളൂ, അതിൻ്റെ ഷിപ്പിങ്ങിൻ്റെ ചാർജ് ഹാഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം 2 കോംബോ ഉള്ള പ്ലാന്റുകളെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പോട്ടിന് മാത്രമായിട്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നുള്ളൂ. അതാണ് രണ്ടാമത്തെ ഓഫർ. അടിപൊളി ഓഫറാണ്. ഈ ഷിപ്പിംഗ് ചാർജിൻ്റെ ഓഫർ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നും വിചാരിക്കരുത്, കാരണം അത്രയ്ക്ക് ഷിപ്പിംഗ് ചാർജാണ് നമ്മൾ നമ്മൾ DTDCയിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചിട്ടാണ് നമുക്ക് പ്ലാന്റ് ഷിപ്പിങ്ങിൻ്റെ വില തരണത്. പിന്നെ നമ്മൾ പ്ലാന്റിലും കോംബോ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റ് കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അറിയാം അത്രയ്ക്ക് നമ്മൾ പൈസ കുറച്ചിട്ട് തന്നെയാണ് കോംബോയിൽ ഇടുന്നത്. എന്തുകൊണ്ടും 4-5 പ്ലാന്റുകളൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒരു പ്ലാന്റിൻ്റെ എമൗണ്ട് കൂട്ടുന്നതേ ഇല്ല. അത്രയ്ക്ക് ലാഭത്തിൽ തന്നെയാണ് കോംബോയുടെ പർച്ചേസിങ്. പിന്നെ നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് ഈ ഷിപ്പിങ്ങിൻ്റെ ഇത് നമുക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഡേ മാത്രമാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ 2 ഗിവ് അവേ അല്ലെങ്കിൽ 2 അടിപൊളി ഓഫറാണ്. വേഗം പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് കോംബോയിലേക്ക് പോകാം. ഇത് നമ്മളുടെ ഫസ്റ്റ് കോംബോയാണ് കേട്ടോ. ഇത് ടോപ്പ് റെയർ വെറൈറ്റി അടർന്ന മഹാറാണിയാണ്. ഇതെങ്ങനെയൊക്കെ പറയണമെന്ന് അറിയത്തില്ല, കാരണം അത്രയ്ക്ക് നമുക്ക് ഹിറ്റായിട്ടുള്ളൊരു സൂപ്പർ കോംബോയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ വിലയും എല്ലാം അറിയാം. കോംബോ റേറ്റിന് മാത്രമാണ്, ഇത് എവിടെ ഈ ഒരു വിലയ്ക്ക് കിട്ടില്ല എന്നും അറിയാം. അപ്പോൾ ഈ ഒരു കോംബോ റേറ്റിലാണ് 2500 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ കേട്ടോ. നമ്മളിത് 2 പോട്ട് അയക്കുമ്പോൾ 4 കിലോ വെയിറ്റ് വരുന്ന അത്യാവശ്യം സൈസിലായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. കോംബോ സൈസും കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ മഹാറാണിയുടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്ലാന്റുകൾ വരുന്നുണ്ട്. ഇതാണ് മഹാറാണിയുടെ ഇലകൾ. നിങ്ങൾ പ്രത്യേകിച്ച് ഇലകൾ നോക്കിക്കൊള്ളുക. എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അയക്കുന്നുണ്ട്, ഇത് മഹാറാണിയാണോ ഓഫറിൽ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് അയക്കുന്നുണ്ട്. മഹാറാണി ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ ക്രഷായിട്ട് ചുരുണ്ടിരിക്കുന്ന ഇലയാണ്. അതിൻ്റെ കളറിനും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നല്ല ഡാർക്ക് ഗ്രീൻ അല്ല, ഈ ഒരു ലെമൺ യെല്ലോ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഇലയ്ക്കും വരണത് കേട്ടോ. അപ്പോൾ മഹാറാണി പർച്ചേസ് ചെയ്ത് പറ്റിക്കപ്പെടണ്ട, ഇത് നോക്കി പർച്ചേസ് ചെയ്തോളുക. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇല ഇരിക്കുന്നത്. എല്ലാത്തിനും പൂവൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ അതിൻ്റെ ഇല കണ്ടിട്ട് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ കോംബോയിൽ അയച്ചു തരുന്ന സൈസാണ് കേട്ടോ. എല്ലാത്തിലും പൂക്കളൊന്നും നമ്മൾ നിർബന്ധം പറയുന്നില്ല, കാരണം നമുക്ക് എല്ലാത്തിലും പൂക്കളില്ല. ഇത് ഞാൻ സൈസ് ഒന്ന് കാണിക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. ഇതാണ് അടർണയുടെയും മഹാറാണിയുടെയും സൈസ്. നമ്മുടെ സെക്കൻഡ് കോംബോ മിസ് ഹോളണ്ട് ആൻഡ് ബിസ്ക്കറ്റ് പീച്ച്. മിസ് ഹോളണ്ട് നല്ല ടോപ്പ് റെയർ വെറൈറ്റിയാണ്, അത്യാവശ്യം നല്ല സൈസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് കോംബോയിൽ സൈസ് കുറവാണ് കേട്ടോ, പ്രത്യേകിച്ച് നോക്കണേ. ഇതിൻ്റെ വില വരുന്നത് 1450, കുറച്ച് പീസസേ ഉള്ളൂ കേട്ടോ. 1450 ബിസ്ക്കറ്റ് പീച്ചാണ് സൈസ്. ഇതാണ് 5 kg പോട്ടാണ് സൈസ് വരുന്നത്. ഹോളണ്ടിൻ്റെ പോട്ട് വരുന്നത് ഒരു 4 kg ലെവലുള്ളൂ കേട്ടോ, കുറച്ച് സൈസ് വ്യത്യാസമുള്ളൂ. ഇതാണ് കേട്ടോ സൈസ് മിസ് ഹോളണ്ട് ആൻഡ് ബിസ്ക്കറ്റ് പീച്ച്. ഒരു പീച്ച് കളർ ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്നാണ് അതിന് പറയണത്. അത് ബിസ്ക്കറ്റ് അല്ല, എന്നാൽ ടോപ്പ് നല്ലൊരു ഓരോ പ്ലാന്റിനും ഓരോ ഐഡിയ ആണല്ലോ. ഇനി അടുത്ത കോംബോ, തേർഡ് കോംബോ വരണത് ഹവായി വൈറ്റ്, മൊണാലിസ യെല്ലോ, വെരിഗേറ്റഡ് റെഡ് ആൻഡ് മോണ്ടറിങ്. 2750 എല്ലാം തന്നെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. 5 kg പോട്ടല്ല, എന്നാലും 4 kg സംതിങ് വെയിറ്റ് വരുന്ന പ്ലാന്റ് ആണ്. എല്ലാം മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ലൊരു റെഡ് അല്ല, ഒരു പ്രത്യേക ഒരു കളറാണ് കേട്ടോ. അത് എനിക്കത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. സൈസറാണ് കേട്ടോ. എല്ലാ പ്ലാന്റും മെച്യൂറാണ്. ഇപ്പോൾ പൂക്കളൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി കേട്ടോ. റെയിൻ സീസൺ കഴിഞ്ഞത് നമുക്ക് ഒരുപാട് പൂക്കൾ ഈ വർഷം കുറവായിരുന്നു, പക്ഷേ ഇപ്പം നല്ല സൈസറായി തുടങ്ങിയിട്ടുണ്ട്.
മൊണാലിസ യെല്ലോ ഒക്കെ പ്രത്യേകിച്ച് നോക്കിക്കോളൂ കേട്ടോ. കാരണം മൊണാലിസയുടെ ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ക്രഷല്ല, പക്ഷെ ഒരു വേറൊരു ഷേപ്പാണ് മൊണാലിസയുടെ ഇലകൾ കേട്ടോ. അപ്പോൾ നോക്കി പർച്ചേസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള 4 പ്ലാന്റിൻ്റെ സൈസ് വളരെ നോക്കിയിട്ട് മേടിക്കുക കേട്ടോ. കോംബോയിൽ നമ്മളെല്ലാത്തിൻ്റെയും സൈസ് കാണിക്കുന്നുണ്ട്. സൈസ് നോക്കി പർച്ചേസ് ചെയ്യുക. ഈ 4 കോംബോ എടുക്കുമ്പം 2 പ്ലാന്റ് ഫ്രീ ആണ്, ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ. അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇതിന് മുമ്പൊക്കെ എല്ലാ കോംബോയിലും അങ്ങനെ തന്നെയാണ്, ഹാഫാണ്. കോംബോ നമ്പർ 4 കേട്ടോ. പൊളിയാണ്, വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഫയറോപ്പൽ റെഡ്, അനസ്തേഷ്യ, റൂബി പർപ്പിൾ, അരുണ പീച്ച്, വീര പിങ്ക് ആൻഡ് വാട്ടർമെലോൺ യെല്ലോ. പ്ലാന്റിൻ്റെ സൈസ് നോക്കിക്കൊള്ളുക, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സൈസാണ് കേട്ടോ ഇത്. അനസ്തേഷ്യ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇത് അനസ്തേഷ്യ ലാവൻഡർ, അതിൻ്റെ സൈസ് അത്രയും വലിയ പ്ലാന്റാണ്. ഇത് അരുണ പീച്ച്, ഇത് ഫ്ലെയിം റെഡ്, ഇത് റൂബി പർപ്പിൾ. ഓരോന്നിൻ്റെ സൈസ് വളരെ വ്യക്തമായിട്ട് നോക്കുക. എല്ലാം 5 kg പോട്ടുകളാണ്. മെച്യൂർ പ്ലാന്റാണ്, കുഞ്ഞ് പ്ലാന്റ് അല്ല, വലുതാണ്. ഹാഫ് ഉള്ളൂ കേട്ടോ ഇതിൻ്റെയും ഷിപ്പിംഗ് ചാർജ് വരണത്. അപ്പോൾ ഇത് 6 എണ്ണമാണ് പർച്ചേസ് ചെയ്യുമ്പോൾ 3 എണ്ണത്തിൻ്റെ ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഉള്ളൂ. വാട്ടർമെലോൺ യെല്ലോ സൈസ് നോക്കിക്കൊള്ളുക. വീര പിങ്ക്. ഇത്രയും വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ കോംബോയിലുള്ളൂ. അതിൽ പൂക്കൾ എല്ലാത്തിലും ഞാൻ പറയുന്നില്ല. പൂക്കളുള്ളതനുസരിച്ചിട്ട് ആദ്യം ഓർഡർ ചെയ്യണവർക്ക് പൂക്കളോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. വലിയ പോട്ടുകളാണ്. 6 പ്ലാന്റ് ഉണ്ട്. 3 പ്ലാന്റിൻ്റെ ഷിപ്പിംഗ് ചാർജ് മാത്രം എടുത്താൽ മതി. ഫൈനൽ കോംബോ താങ്ക്ലോങ് റെഡ്, താങ്ക്ലോങ് പീച്ച്, സ്ലീപ്പിംഗ് പർപ്പിൾ. വലിയ പ്ലാന്റുകളാണ്, എല്ലാം മെച്യൂർ പ്ലാന്റുകളാണ്. പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. താങ്ക്ലോങ് റെഡ് മാത്രം സ്റ്റോക്കില്ല, പക്ഷേ ഓൾമോസ്റ്റ് മെച്യൂർ ആയിട്ടുള്ള സൈസിലാണ് കേട്ടോ. ഇത് പീച്ചാണ്. ഈ ഒരു സൈസിനകത്തുള്ളതാണ് കേട്ടോ എല്ലാം തന്നെ. യെല്ലോ ഉണ്ട്. യെല്ലോ നമുക്ക് ഔട്ട് ഓഫ് കേരള പ്ലാന്റ് ആണ്, ഇങ്ങനത്തെ പോട്ടായിട്ടുള്ളതല്ല. അത് വേണമെന്നുള്ളവർക്ക് അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ താങ്ക്ലോങ് വെറൈറ്റിയുടെ കൂടെ തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ പിങ്കിന് അധികം സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പിങ്ക് കോംബോയിലേക്ക് ഇടാത്തത്. ഇതാണ് പീച്ചും മറ്റേ പർപ്പിളിൻ്റെയും സൈസ്. റെഡ് ഇത്രയും സൈസിലല്ല, റെഡിന് കുറച്ച് സൈസ് കുറവാണ്, എന്നാലും 5 kg അടിപൊളി മെച്യൂർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ കോംബോസ് ഈ 5 എണ്ണമാണ്. ഓൾറെഡി എല്ലാത്തിൻ്റെയും സൈസും പിക്ചറും എല്ലാം കാണിച്ചിട്ടുണ്ട്. കോംബോ പർച്ചേസ് ചെയ്യണവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് പകുതിയായിട്ടുള്ളൂ. ഏത് കോംബോ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഹാഫ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് 5 kg 4 kg വെയിറ്റിനകത്ത് വരുന്ന എല്ലാം സൈസിന് മെച്യൂർ പ്ലാന്റ് ആണ്. നമ്മുടെ ഗിവ് എവേയുടെ കാര്യം മറക്കരുത്. ഏറ്റവും കൂടുതൽ ലൈക്ക്, കമൻറ്റ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് വ്യൂവേഴ്സ്, ഇത് 3 നോക്കിയിട്ടാണ് നമ്മൾ ഗിവ് അവേ ചൂസ് ചെയ്യണത്. ആ സെയിം പ്ലാന്റ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് അയച്ചു തരും. അപ്പോൾ അതിൽ നിന്നും നമ്മൾ വിന്നേഴ്സിന് അനൗൺസ്മെൻറ്റ് നെക്സ്റ്റ് വീക്ക് സെലക്റ്റും ചെയ്യുന്നതായിരിക്കും കേട്ടോ. യൂട്യൂബിൻ്റെ കമൻറ്റിൽ തന്നെ നമ്മൾ വിന്നറിനെ ഓൾറെഡി നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ ചൂസ് ചെയ്യും. ആ ഒരു വിന്നർ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂ പ്രോസസ്സിങ് പോകുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.